إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ, അതായത് നിഅ്മത്ത്. ആ നിഅ്മത്തിനുള്ള നന്ദി പ്രകടനം, അതായത് ശുക്ർ. ആ ശുക്ർ വഴി നമുക്ക് ലഭിക്കുന്ന നിഅ്മത്തിലുള്ള വർധനവ്, അതായത് ബറക്കത്ത്. ഈ മൂന്ന് കാര്യങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടൊരാളൊരു വ്യക്തി ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം അല്ലെങ്കിൽ സാമൂഹിക ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ അഭൂതപൂർവമായ പലതരത്തിലുള്ള ഗുണങ്ങളും ആ വ്യക്തിയിൽ സമ്മേളിക്കുന്നത് നമുക്ക് ദർശിക്കാൻ കഴിയും. അയാളുടെ ജീവിതത്തിൽ വലിയ ഔന്നത്യവും ഉന്നതിയും അയാൾ കരസ്ഥമാക്കുന്നതും നേടിയെടുക്കുന്നതും നമുക്ക് ദർശിക്കാൻ കഴിയും. എങ്ങനെയെന്ന് പരിശോധിക്കാം. അള്ളാഹുവിൽ നിന്നും നമുക്ക് അനേകായിരം നിഅ്മത്തുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ആരോഗ്യമായി ലഭിച്ചിട്ടുണ്ട്, സമ്പത്തായി ലഭിച്ചിട്ടുണ്ട്, അറിവായി ലഭിച്ചിട്ടുണ്ട്. അതുപോലത്തെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് നിഅ്മത്തുകൾ അള്ളാഹു പറയുന്നു. നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തിനെ എണ്ണി കണക്കാക്കാൻ തുനിഞ്ഞാൽ നിങ്ങൾക്കത് കണക്കാക്കാൻ കഴിയില്ല. അത്രയും നിഅമത്തുകൾ അനുഭവിക്കുന്നവരാണ് നാം. ആ നിഅമത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നാം കൃത്യമായി അള്ളാഹുവിന് നന്ദി ചെയ്യണം, ആ നിഅമത്തിന് നന്ദി ചെയ്യണം. അതാണ് സൂറ ഇബ്രാഹീമിൽ അള്ളാഹു പറയുന്നത്. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയാണെങ്കിൽ, ലഭിച്ച നിഅമത്തിന് ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും അത് വർദ്ധിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നൽകും എന്നാണ് പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു ആരോഗ്യമുള്ള വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരോഗ്യം ചെലവഴിച്ചുകൊണ്ട് അതിനുള്ള ശുക്ർ ചെയ്യുകയാണെങ്കിൽ ആരോഗ്യം വർദ്ധിക്കും. അയാൾ ഒരു നിത്യരോഗിയാകില്ല. അത് മാത്രമല്ല, ഒരു വ്യക്തി അയാൾക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് പാവങ്ങളുടെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ അയാളെ സമ്പത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഒരു അറിവുള്ള വ്യക്തി അയാളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അയാളുടെ അറിവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും. ഈ രൂപത്തിലുള്ള വർദ്ധനവിന് മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് ബറക്കത്ത്. അള്ളാഹു നൽകിയ നിഅമത്ത് ശുക്ർ വഴി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെ അള്ളാഹു അത് വർദ്ധിപ്പിച്ചു നൽകും. അതിന്റെ പേരാണ് ബറക്കത്ത്. നോക്കൂ നിങ്ങൾ, ബറക്കത്തും നിഅമത്തും ശുക്റും ഇത് മൂന്നും സമന്വയിപ്പിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ